സന്തുന ഇപ്പോഴെവിടെയാണുള്ളത്? തമ്പാനൂരിൽ തന്നെയാണോ? ഇനി കുറച്ച് സമയമേ ഉള്ളൂ. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടില്ലേ? എല്ലാവരും കാത്തിരിക്കുകയല്ലേ? മധു, ഞാൻ തമ്പാനൂരിൽ തന്നെയാണ് ഉള്ളത്. എന്നോടൊപ്പം ഉള്ളത് ഞാൻ മാത്രമല്ല, ഇത് നമ്മൾ സ്ക്രീനിൽ വേറൊരാളെ കൂടി കാണാം. ഇത് നമ്മുടെ റിപ്പോർട്ടറിന്റെ വലിയൊരു ഫാനാണ്. അങ്ങ് കൊല്ലത്ത് നിന്ന് വന്ന ശാന്ത അമ്മയാണ്. നമ്മളിവിടെ ലൈവ് കൊടുക്കാൻ വന്നപ്പം ശാന്ത അമ്മ ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു, ഞാൻ ടി വിയിലൊക്കെ കാണും, വലിയ കലാകാരിയൊക്കെയാണ്, പാട്ടൊക്കെ പാടും, കോമഡിയൊക്കെ ചെയ്യും, വലിയ കലാകാരിയാണ്. അപ്പം ഞാൻ ചോദിച്ചൊരു പാട്ട് പാടിത്തരാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവത്തിന് പൊങ്കാല ഇടാൻ വന്നതുകൊണ്ട് പാട്ട് പാടിത്തരത്തില്ല. ഇപ്പം പാടത്തില്ലല്ലേ? പാടില്ല. പൊങ്കാല എന്താണ് ഒരു ആഗ്രഹം ഇത്തവണത്തെ പൊങ്കാല ഇടുന്നതിന്? നമ്മളെ വീട്ടിലെ എല്ലാ ദുഃഖങ്ങളും അമ്മ മാറ്റി തരണല്ലേ. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്? ഓ, എത്രയോ വർഷം കൊണ്ട് വരുന്നു. ഞാൻ വർഷം തോറും വരും. എത്ര വർഷമായി? എന്നാലും കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയപ്പോൾ മക്കളെയും കൊണ്ടുവരും. ഇപ്പം മക്കളെല്ലാം കല്യാണം കഴിച്ച് മൂത്ത മോന് 40 വയസ്സുണ്ട്. പെൺപിള്ളേരെ എല്ലാം കൊണ്ടുപോയി അവരും ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ. ഇതിപ്പോ ഒറ്റയ്ക്കാണോ വന്നത്? ആ, ഒറ്റയ്ക്കാണ്. അപ്പം പിന്നെ വീട്ടിലുള്ളവരടുത്തൊക്കെ ഒരു ഹായ് പറഞ്ഞു ടി വി കൂടെ ഒക്കെ ഇപ്പൊ കാണുമ്പോ. റിപ്പോർട്ടറിന് വലിയ ഫാനാണ് മധു. നമ്മുടെ രാവിലെ വാർത്ത വായിക്കുന്ന കീർത്തനെ, ശ്രുതിനെ എല്ലാവരും അന്വേഷിച്ചു. അതുപോലെ തന്നെ അരുൺ സാറിനെ അന്വേഷിച്ചു. അങ്ങനെ വലിയ ഫാനാണ് റിപ്പോർട്ടറിന്. എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, എവിടെയാണ്, തിരുവനന്തപുരത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും വന്നിട്ടില്ല, കൊച്ചിയിലാണെന്ന് പറഞ്ഞു. ശരിക്കും എന്നെ കാണാൻ വന്നല്ല, നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തിയത് കൊണ്ട് നിന്നേ ഉള്ളൂ അല്ലേ? അതെ അതേന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇനിയിപ്പോ പോയി പൊങ്കാല ഇട്ടോ കേട്ടോ. അപ്പൊ അമ്മ കൊല്ലത്ത് നിന്ന് വന്നെയാണ്. അപ്പൊ നമ്മുടെ ചാനലിന്റെ വലിയൊരു ഫാനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മള് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത്. അവിടെ അമ്മമാരെല്ലാം തലയിൽ തോർത്തൊക്കെ ഇട്ടിരിക്കുക. വലിയ വെയിലാണല്ലേ? നല്ല വെയിലാണ്. സാന്ത്വന, എന്തായാലും പൊങ്കാല കഴിഞ്ഞാൽ ഒരു പക്ഷെ പാട്ട് പാടുമായിരിക്കും. സാന്ത്വന ഒന്ന് തപ്പി പിടിക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റവും അത് പൊങ്കാല കഴിയുമ്പോൾ ചിലപ്പോൾ പാടുമായിരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞു, മഞ്ഞണിക്കൊമ്പിൽ പാട്ടൊക്കെ ഞാൻ പാടും. കുറച്ച് പ്രായമായവർക്ക് അവരുടെ വായനശാലയിൽ നിന്ന് പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയാണ് പാട്ടൊക്കെ പഠിക്കുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പം ദൈവത്തിന് പൊങ്കാല ഇടാൻ വന്നതുകൊണ്ട് പാടുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഒരുക്കങ്ങളൊക്കെ ആയോ? ഒരുക്കങ്ങളെല്ലാം റെഡിയായി. ഇനി സമയം തിരിതെളിക്കാനുള്ള സമയമായാൽ മതി. മധു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇനി ഒന്ന് തിരിതെളിക്കാനുള്ള സമയമായാൽ മതി. നമുക്ക് പൊങ്കാല കത്തിക്കാമെന്നുള്ള ഇതിലാണ്. ഭയങ്കര വെയിലാണോ? ഭയങ്കര വെയിലല്ലേ, നമ്മൾ എങ്ങനെ സഹിക്കും? നമ്മളെ പൊങ്കാല നമ്മൾ ഇട്ടിട്ടേ പോവുള്ളൂ, വെയിൽ കൊണ്ടാലും ശരി തന്നെ. എത്രാമത്തെ തവണ ഇടുന്നേ? എത്രാമത്തെ തവണ അമ്മ ഇടുന്നേ? ഞാൻ ഇവിടെ ആറ്റുകാൽ അമ്പലം വന്ന കാലം തൊട്ട് ഞാൻ പൊങ്കാല ഇടുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആറ്റുകാൽ അമ്പലം വന്ന കാലം തൊട്ട് പൊങ്കാല ഇടുന്നത്. അപ്പൊ എത്ര വയസ്സുണ്ട്? ഞാൻ 80 വയസ്സുണ്ട്. ഞാൻ മാറണം. അതിൽ 10-30 വയസ്സ് വരെ എന്താ ഉണ്ടാക്കുന്നത്? എന്താ ഉണ്ടാക്കുന്നത്? പായസമാണോ? പായസം, തെരളി, ഇതൊക്കെ ഉണ്ടാക്കും. ഇവിടുന്നാ വരുന്നേ? കിളിമാനൂരിന്ന്. ഞാൻ കിളിമാനൂരിന്ന്. പേരെന്താ? പേര് സുമതി. പേരൊക്കെയാണ് വന്നേ? സുമതി അമ്മയുടെ ഫ്രണ്ട്? അനിയത്തി. അമ്മയും ഈ അമ്പലം തുടങ്ങിയ കാലം മുതൽ പൊങ്കാല ഇടുവാണോ? അമ്മയും അമ്പലം തുടങ്ങിയ കാലം മുതൽ പൊങ്കാല ഇടുകയാണ്. സുമതിയമ്മ പറഞ്ഞു അമ്പലം തുടങ്ങിയ കാലം മുതൽ തന്നെ. അതേ കണക്ക് തന്നെ പൊങ്കാല ഇടുന്നത്. അന്നത്തെ തവണയൊന്നും അറിയത്തില്ല. എണ്ണ ഇല്ല. ശബരിമലയില് 13 വർഷം പോയി. അതുപോലെ ഇനി 5 വലോടെ പോയി തെങ്ങൻ തൈ വെക്കണമെന്നുള്ള ആശയുണ്ട്. അത്രയും പ്രായമായെന്നാണ് പറഞ്ഞു. അതെ, കണ്ടാത്ര പറയില്ലേ. 69 വയസ്സായി. ചെറുപ്പക്കാർ വയസ്സായി. എനിക്ക് 76 വയസ്സായി. സുമതിയമ്മ പറയുന്നത് സുമതിയമ്മയ്ക്ക് 76 വയസ്സായി. എന്തായാലും കുറെ തവണ പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ട്. എത്ര തവണ പൊങ്കാല ഇട്ടെന്നൊന്നും അറിയത്തില്ല. ഒത്തിരി തവണ ഇട്ടിട്ടുണ്ട്. ഇത്തവണയും പൊങ്കാല ഇടാൻ വേണ്ടി സ്ഥിരമായി വന്നിരിക്കുക. വലിയ ചൂടാണ്. പേപ്പറൊക്കെ തലയിലിട്ട് തോർത്തൊക്കെ തലയിലിട്ട് ഇരിക്കുകയാണ്. വലിയ ചൂട് അനുഭവപ്പെട്ട് തുടങ്ങി. ഇവിടുന്നാ വരുന്നത്? കൊല്ലം. സ്ഥലം കിട്ടിയാ വന്നപ്പോ? വെളുപ്പിനെ എത്തിയതുകൊണ്ട് സ്ഥലം കിട്ടി. എല്ലാ തവണയും വരാറുണ്ടോ? ഇത് 3ാമത്തെ തവണയാണ്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? പായസം മാത്രമേ ഉള്ളൂ? ആളുകളൊക്കെ ഇതാ എല്ലാം ഒരുക്കി റെഡിയാക്കി നിൽക്കാണ്. ചേട്ടാ, ഇവരുടെ ആരുടെങ്കിലും കൂടെ വന്നതാണോ? എന്റെ വൈഫ് വന്നിട്ടുണ്ട്. എവിടുന്നാ വരുന്നേ? കൊല്ലംകാരാണോ കൂടുതൽ പൊങ്കാല ഇടുന്നത്? ശരി സാന്ത്വന, ഇങ്ങനെ ഓരോരുത്തരിലേക്ക് പോയി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പാട്ടുപാടാൻ അറിയാവുന്നവരുണ്ട്. 76 വയസ്സായി എനിക്ക് എന്ന് പറയുകയാണ്. അവിടെ വന്നിരിക്കുകയാണ്. ഈ കുംഭമാസത്തിൽ ആ ചൂടിന്